കെ മുരളീധരൻ അദ്ദേഹം ആരോഗ്യം ആഗ്രഹിച്ചിരുന്ന ആളാണ്. ആരോഗ്യം കിട്ടുമെന്ന് നേരത്തെ തന്നെ കരുതപ്പെട്ടിരുന്ന ആളാണ്. ആരോഗ്യം നന്നായി നോക്കാൻ കെൽപ്പുള്ള ഒരു വ്യക്തിത്വമാണ് ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്ന ആളുമാണ്. ഇപ്പൊ എല്ലാം സെറ്റില്ലേ? അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള കാലുഷ്യങ്ങളൊക്കെ മാറിപ്പോയില്ലേ? ഹാഷ്മി പറഞ്ഞ പോലെ തന്നെയാണ്. ഇന്നലെ രാത്രി അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു. മാത്രമല്ല ഇന്നലെ വിട്ടുകൊടുക്കാൻ പറ്റില്ല, രാത്രി വി ഡി സതീശനുമായി സംസാരിക്കുമെന്നുള്ളതായിരുന്നു. കാരണം വി ഡിക്ക് ആദ്യം മുതലേ ഉറച്ച പിന്തുണ പ്രഖ്യാപിച്ച ആളായിരുന്നു. അതായത് മറ്റു നേതാക്കളെല്ലാം വരുന്നതിന് മുൻപ് തന്നെ വി ഡി മുഖ്യമന്ത്രി ആകണം എന്ന നിലപാടെടുത്ത ആളായിരുന്നു കെ മുരളീധരൻ. മാത്രമല്ല സീനിയർ നേതാക്കളിൽ ഒരാളാണ്. മന്ത്രി എന്നുള്ള നിലയിൽ നന്നായി പെർഫോമർ ആവും എന്നുള്ളതും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ അദ്ദേഹത്തിന് നൽകിയ ഉറപ്പ് അദ്ദേഹത്തിന് ആരോഗ്യ വകുപ്പും ദേവസ്വം വകുപ്പും, കാരണം അമ്പലങ്ങളുമായി വളരെ അടുത്ത ബന്ധമാണ് കെ മുരളീധരന്. മറ്റൊന്നൊരു നല്ല വകുപ്പ്, ഒരുപടി രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട വകുപ്പ്, ആ വകുപ്പിനെ ശരിയാക്കാൻ കെ മുരളീധരനാകും എന്നുള്ളതും ഉറപ്പാണ്. അങ്ങനെയായിരുന്നു തീരുമാനം. പക്ഷേ എന്നാൽ ഇന്നലെ രാത്രി വൈദ്യുതി വകുപ്പ്, ഈ വൈദ്യുതി വകുപ്പാണെങ്കിൽ കെ മുരളീധരന് വ്യക്തിപരമായി രാശിയില്ലാത്ത വകുപ്പാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നതാണ്. കാരണം പഴയ എ.കെ. മന്ത്രിസഭയിൽ KPCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് വൈദ്യുതി മന്ത്രിയായി വടക്കാഞ്ചേരിയിൽ ഉപതെരഞ്ഞെടുപ്പിന് പോകുന്നു. അതായത് കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ട എന്ന് പറയുന്ന വടക്കാഞ്ചേരിയിലായിരുന്നു AC മൊയ്തീൻ എന്ന CPM-ന്റെ ഏരിയ സെക്രട്ടറി, സംസ്ഥാന തലത്തിൽ അറിയപ്പെടാത്തൊരു നേതാവിനോട് കെ മുരളീധരൻ തോറ്റത്. അതുകൊണ്ട് വൈദ്യുതി വകുപ്പ് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. അതിൻ്റെ അമർഷമായിരുന്നു ഇന്നലെ നമ്മൾ രാത്രിയിൽ കണ്ടത്. പക്ഷേ എന്നാൽ രാത്രി വൈകി അതിൽ തീരുമാനമാകുന്നു. ഇന്ന് കാലത്ത് സന്തോഷത്തോടെ വിവിധ ക്ഷേത്ര ദർശനങ്ങളിലാണ് കെ മുരളീധരൻ നമ്മളോടും സംസാരിച്ചത്. അദ്ദേഹം ഹാപ്പിയാണ്. ആരോഗ്യവകുപ്പിനെ നന്നാക്കും, അതുപോലെ ദേവസ്വത്തിലെ അഴിമതിയെ തുടച്ചു നീക്കുകയാണ് ലക്ഷ്യം എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്ന വകുപ്പ് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളത് കൃത്യമായി അദ്ദേഹം ക്യാമറയ്ക്ക് മുൻപിൽ പറയാതെ പറയുകയാണ് ചെയ്തത്. മറ്റൊന്ന് ആഷ്മി പറഞ്ഞതുപോലെ ഈ ക്യാബിനറ്റ് ഒരു ചെറുപ്പമുള്ള ക്യാബിനറ്റാണ്, പെർഫോമൻസ് ഉള്ള ക്യാബിനറ്റാണ്. ആ നിലയിൽ വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് കെ മുരളീധരൻ പറയുന്നത്. ഇനി ബാക്കി കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം. സത്യപ്രതിജ്ഞയിലേക്ക് കടക്കുകയാണ്. ആരോഗ്യ വകുപ്പ് നന്നായി, ഇപ്പൊ ആരോഗ്യ വകുപ്പൊക്കെ പോയ കാലങ്ങളിൽ കേട്ട വിമർശനങ്ങൾക്ക് കയ്യും കണക്കൊന്നുമില്ല. അപ്പൊ അത് തൊട്ടാൽ പൊള്ളുന്നൊരു വകുപ്പാണ്. അതിന് കാരണം എന്താണ്? അതിന് കാരണം താഴെത്തട്ടെ ജനങ്ങളുമായി നേർക്കുന്നതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അവിടെ ഒരു പിഴവ് സംഭവിച്ചാൽ അത് 100 പിഴവായി നമുക്ക് അനുഭവവേദ്യമാകുന്ന അങ്ങനെ ചില വകുപ്പുകളുണ്ടല്ലോ. ഇപ്പൊ സിവിൽ സപ്ലൈസ് പോലെ, ആരോഗ്യം പോലെ താഴെത്തട്ടിൽ ജനങ്ങളുടെ ജീവിതവുമായി നേർക്കുന്നതിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന വകുപ്പുകൾ അത് ഗംഭീരമാക്കിയാൽ ഗംഭീരമായി പേരെടുക്കാൻ കഴിയും. എന്നാൽ പാളിക്കഴിഞ്ഞാൽ പാളുകയും ചെയ്യും. അത് വേറെ കാര്യം. അത് റിസ്ക് ഉണ്ട്. അത് കെ മുരളീധരന് കോൺഫിഡൻസ് ഉണ്ട് എന്നാണ് എന്റെ പ്രതീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.